ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടെൻത്ത് സ്റ്റാൻഡേർഡ് ബയോളജിയിലെ ചാപ്റ്റർ 1 സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് സ്പൈനൽ കോഡ്. ദ സ്പൈനൽ കോഡ് ഈസ് ദ കണ്ടിന്യൂവേഷൻ ഓഫ് ദി മെഡുല ഒംപ്ലാങ്കേറ്റ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബ്രെയിനിൻ്റെ പാർട്സ് പറഞ്ഞിരുന്നു. അതിൽ പറഞ്ഞ ഭാഗമാണ് മെഡുല ഒംപ്ലാങ്കേറ്റ. ഈ മെഡുല ഒംപ്ലാങ്കേറ്റയുടെ കണ്ടിന്യൂവേഷൻ അഥവാ തുടർച്ചയാണ് സ്പൈനൽ കോഡ്. ദ സ്പൈനൽ കോഡ് ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദി വെർട്ടബ്രൽ കോളം. നട്ടെല്ലിൻ്റെ ഉള്ളിലാണ് സ്പൈനൽ കോഡ് സംരക്ഷിച്ചിരിക്കുന്നത്. ലൈക്ക് ദ ബ്രെയിൻ, ദ സ്പൈനൽ കോഡ് ഈസ് ആൾസോ കവേർഡ് ബൈ മെനിഞ്ചസ്. ബ്രെയിനിനുള്ളതുപോലെ തന്നെ സ്പൈനൽ കോഡിനെയും മെനിഞ്ചസ് എന്നൊരു ആവരണം കവർ ചെയ്തിട്ടുണ്ട്. ദ സെൻട്രൽ കനാൽ സീൻ ഇൻ ദ സെൻറ്റർ ഓഫ് ദി സ്പൈനൽ കോഡ് ഈസ് ഫിൽഡ് വിത്ത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അപ്പോൾ ഈ സ്പൈനൽ കോഡിൻ്റെ സെൻറ്ററിലുള്ള സെൻട്രൽ കനാൽ, നടുക്കുള്ള സെൻട്രൽ കനാലിൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് നിറഞ്ഞിട്ടുണ്ട്. ഇൻ ദ സ്പൈനൽ കോഡ് വൈറ്റ് മാറ്റർ ഈസ് സീൻ ഔട്ട്സൈഡ് ആൻഡ് ഗ്രേ മാറ്റർ ഈസ് സീൻ ഇൻസൈഡ്. അപ്പോൾ സ്പൈനൽ കോഡിൽ വൈറ്റ് മാറ്റർ ഔട്ട്സൈഡ് പുറത്തും ഗ്രേ മാറ്റർ ഇൻസൈഡ് ഉള്ളിലുമായിട്ടാണ് കാണപ്പെടുന്നത്. അടുത്തായിട്ട് നമുക്ക് സ്പൈനൽ കോഡിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കാം. അപ്പോൾ സ്പൈനൽ കോഡിൻ്റെ ഉള്ളിലായിട്ട് ഗ്രേ കളറിൽ കാണപ്പെടുന്ന ഭാഗമാണ് ഗ്രേ മാറ്റർ. അതുപോലെ സ്പൈനൽ കോഡിൻ്റെ പുറത്താണ് വൈറ്റ് മാറ്റർ വരുന്നത്. അതുപോലെ അതിൻ്റെ നടുക്ക്, ഗ്രേ മാറ്ററിൻ്റെ ഒക്കെ നടുക്കായിട്ട് ഒരു കനാൽ കാണുന്നില്ലേ, അതാണ് സെൻട്രൽ കനാൽ. ആ സെൻട്രൽ കനാലിലാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് നിറഞ്ഞിട്ടുള്ളത്. അതുപോലെ സ്പൈനൽ കോഡിന് 2 റൂട്ടുകളാണുള്ളത്, ഡോർസൽ റൂട്ട് ആൻഡ് വെൻട്രൽ റൂട്ട്. അപ്പോൾ ഡോർസൽ റൂട്ട് വഴിയാണ് സ്പൈനൽ കോഡിലേക്ക് ഇമ്പൾസസ് എത്തുന്നത്. ഇനി സ്പൈനൽ കോഡിൽ നിന്ന് ഇമ്പൾസസ് പുറത്തേക്ക് പോകുന്നത് വെൻട്രൽ റൂട്ട് വഴിയാണ്. There are 31 pairs of spinal nerves arising from the spinal cord. അപ്പോൾ സ്പൈനൽ കോഡിൽ 31 pairs സ്പൈനൽ നെർവ്സ് ആണ് ഉള്ളത്. എ ഡോൾസൽ റൂട്ട് ആൻഡ് വെൻട്രൽ റൂട്ട് ജോയിൻ ടു ഫോം എ സ്പൈനൽ നെർവ്. അപ്പോൾ ഒരു സ്പൈനൽ നെർവ് ഉണ്ടായിരിക്കുന്നത് ഒരു ഡോൾസൽ റൂട്ടും ഒരു വെൻട്രൽ റൂട്ടും ചേർന്നിട്ടാണ്. സെൻസറി ഇമ്പൾസസ് റീച്ച് ദ സ്പൈനൽ കോഡ് ത്രൂ ദ ഡോൾസൽ റൂട്ട് ആൻഡ് മോട്ടോർ ഇമ്പൾസസ് ഗോ ഔട്ട് ഓഫ് ദി സ്പൈനൽ കോഡ് ത്രൂ ദി വെൻട്രൽ റൂട്ട്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. സെൻസറി ഇമ്പൾസസ് സ്പൈനൽ കോഡിലേക്ക് എത്തുന്നത് ഡോർസൽ റൂട്ട് വഴിയും, അതുപോലെ മോട്ടോർ ഇമ്പൾസസ് സ്പൈനൽ കോഡിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് വെൻട്രൽ റൂട്ട് വഴിയാണ്. ഇമ്പൾസസ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി ബോഡി ആർ ട്രാൻസ്മിറ്റഡ് ടു ആൻഡ് ഫ്രം ദി ബ്രെയിൻ ത്രൂ ദി സ്പൈനൽ കോഡ്. അപ്പോൾ ബോഡിയുടെ വിവിധ പാർട്സിൽ നിന്നുള്ള ഇമ്പൾസസിനെ ബ്രെയിനിലേക്കും അതുപോലെ ബ്രെയിനിൽ നിന്ന് തിരിച്ചും രണ്ട് ഭാഗത്തേക്കും പോകുന്നത് സ്പൈനൽ കോഡ് വഴിയാണ്. ഇറ്റ് ആൾസോ കോർഡിനേറ്റ്സ് ദ റിപ്പീറ്റഡ് മൂവ്മെൻറ്റ്സ് ഡ്യൂറിങ് വാക്കിംഗ്, റണ്ണിങ് എക്സെട്ര. വാക്കിംഗ്, റണ്ണിങ്, ഓടുക, നടക്കുക, അതുപോലെയുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യുമ്പം ഉണ്ടാകുന്ന റിപ്പീറ്റഡ് മൂവ്മെൻറ്റ്സ്, തുടർച്ചയായിട്ടുള്ള ചലനം സാധ്യമാക്കുന്നത്, കോർഡിനേറ്റ് ചെയ്യുന്നത് സ്പൈനൽ കോഡാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്പൈനൽ കോഡിനെ കുറിച്ച് പഠിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് റിഫ്ലെക്സ് ആക്ഷൻസ്. ദ ആക്സിഡൻ്റൽ ആൻഡ് ഇൻവോളണ്ടറി റെസ്പോൺസസ് ടുവാർഡ്സ് സ്റ്റിമുലി ആർ കാൾഡ് റിഫ്ലെക്സ് ആക്ഷൻസ്. ദേ ഡു നോട്ട് ഹാപ്പൻ കോൺഷ്യസ്ലി. അതായത് നമ്മുടെ ബോധപൂർവമല്ലാതെ ആക്സിഡൻ്റലായിട്ട് നടക്കുന്ന ആക്ഷൻസിനെയാണ് നമ്മൾ റിഫ്ലെക്സ് ആക്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഇത് വളരെ ഇൻവോളണ്ടറി ആയിട്ട് നടക്കുന്നതാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കാലിലൊരു മുള്ളു കുത്തുമ്പോൾ നമ്മൾ പെട്ടെന്ന് കാല് വലിക്കില്ലേ, ഇതൊരു റിഫ്ലെക്സ് ആക്ഷനാണ്. അതുപോലെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ജീവി നമ്മുടെ നേരെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് മുഖം തിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്നൊരു വെളിച്ചം നമ്മുടെ കണ്ണിലേക്ക് അടിക്കുമ്പം നമ്മൾ പെട്ടെന്ന് കണ്ണ് ചിമ്മും. അപ്പോൾ ഇതൊക്കെ എന്താണ്, റിഫ്ലെക്സ് ആക്ഷൻസിന് ഉദാഹരണമാണ്. അപ്പോൾ എങ്ങനെയാണ് ബോഡിയിൽ റിഫ്ലെക്സ് ആക്ഷൻ നടക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് റിഫ്ലെക്സ് ആക്ഷൻ ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ സ്റ്റിമുലസ് ആയിട്ട് തന്നിട്ടുള്ളത് തീയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വിരൽ കൊണ്ട് തീയെ തൊടുമ്പം പെട്ടെന്ന് നമ്മൾ കൈ വലിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു റിഫ്ലെക്സ് ആക്ഷൻ നടക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ റിസെപ്റ്റർ ജനറേറ്റ് ഇമ്പൾസസ്, അതായത് നമ്മൾ പെട്ടെന്ന് തീയിൽ തൊടുമ്പം നമ്മുടെ കയ്യിലുള്ള റിസെപ്റ്റർ എന്തുണ്ടാക്കുന്നു, ഇമ്പൾസസിനെ ജനറേറ്റ് ചെയ്യുന്നു, സന്ദേശങ്ങൾ ഫോം ചെയ്യുന്നു. ദെൻ നമുക്കറിയാം ഇമ്പൾസസ് നമ്മുടെ സ്പൈനൽ കോഡിലേക്കും അതുപോലെ ബ്രെയിനിലേക്കും എത്തുന്നത് സെൻസറി ന്യൂറോൺസ് വഴിയാണ്. അപ്പോൾ സെൻസറി ന്യൂറോൺ ക്യാരീസ് ഇമ്പൾസസ് ടു ദ സ്പൈനൽ കോഡ്. ഈ സെൻസറി ന്യൂറോൺസ് എന്ത് ചെയ്യുന്നു, ഈ ഇമ്പൾസസിനെ സ്പൈനൽ കോഡിലേക്ക് കൊണ്ടുപോകുന്നു. ഇനി അടുത്തൊരു പാർട്ടാണ് ഇൻ്റർ ന്യൂറോൺ. ദ ന്യൂറോൺ ദാറ്റ് കണക്ട്സ് ദ സെൻസറി ന്യൂറോൺ ആൻഡ് ദ മോട്ടോർ ന്യൂറോൺ. സെൻസറി ന്യൂറോണും മോട്ടോർ ന്യൂറോണും രണ്ടും കൂടി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ന്യൂറോണിനെയാണ് നമ്മൾ ഇൻ്റർ ന്യൂറോൺ എന്ന് വിളിക്കുന്നത്. ജനറേറ്റ്സ് ക്വിക്ക് റെസ്പോൺസസ് അക്കോർഡിംഗ് ടു ദ സെൻസറി ഇമ്പൾസസ്. അപ്പോൾ ഇവിടെ എത്തിക്കഴിയുമ്പോൾ, സ്പൈനൽ കോഡിൽ എത്തിക്കഴിയുമ്പോൾ ഈ ഇൻ്റർ ന്യൂറോൺ എന്ത് ചെയ്യും, ക്വിക്കായിട്ടുള്ള റെസ്പോൺസസ് ഫോം ചെയ്യും. അതായത് എന്ത് ഇമ്പൾസാണോ എത്തിയത്, എന്ത് സെൻസറി ഇമ്പൾസാണോ എത്തിയത് അതിനനുസരിച്ചുള്ള ക്വിക്ക് റെസ്പോൺസ് ഈ ഇൻ്റർ ന്യൂറോൺ അവിടെ ഫോം ചെയ്യും. ദെൻ എന്ത് ചെയ്യാണ്, ഈ സ്പൈനൽ കോഡിൽ എത്തിയ ഈ ഇമ്പൾസ് ഇനി എങ്ങോട്ട് പോകണം, ബോഡിയുടെ വിവിധ പാർട്സിലേക്ക് പോകണമല്ലേ, അത് ഏത് വഴിയാണ്, മോട്ടോർ ന്യൂറോൺ വഴിയാണ്. അപ്പോൾ മോട്ടോർ ന്യൂറോൺ ക്യാരീസ് ദ ഇൻഫോർമേഷൻ ഫ്രം ദി സ്പൈനൽ കോഡ് ടു റിലേറ്റഡ് മസിൽസ്. മോട്ടോർ ന്യൂറോൺ എന്ത് ചെയ്യുന്നു, ഈ ഇൻഫോർമേഷൻ, ഈ ക്വിക്കായിട്ട് ഫോം ചെയ്ത ഈ റെസ്പോൺസിനെ
എങ്ങോട്ട് കൊണ്ടുപോവാണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഏത് മസിലാണോ ആ മസിലിൻ്റെ അടുത്തേക്ക് ആ ഒരു റെസ്പോൺസിനെ കൊണ്ടുപോകുന്നു. ദെൻ ആ റിലേറ്റഡ് മസിൽ എന്ത് ചെയ്യുന്നു, വിഡ്രോസ് ദി ഹാൻഡ് ബൈ ദി ആക്ഷൻ ഓഫ് ദി മസിൽ. ആ മസിലിൻ്റെ ആക്ഷൻ കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കൈ വിഡ്രോ ചെയ്യുന്നു, കൈ പെട്ടെന്ന് വലിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് റിഫ്ലക്സ് ആക്ഷൻ ഉണ്ടാകുന്നത്. റിഫ്ലക്സ് ആർക്ക് ഈസ് ദ പാത്ത് വേ ഓഫ് ഇമ്പൾസസ് ഇൻ ദ റിഫ്ലക്സ് ആക്ഷൻ. റിഫ്ലക്സ് ആക്ഷനിൽ ഉണ്ടാവുന്ന ഇമ്പൾസസിൻ്റെ പാത്ത് വേയെ നമ്മൾ റിഫ്ലക്സ് ആർക്ക് എന്നാണ് വിളിക്കുന്നത്. മെയിൻലി സ്പൈനൽ കോഡ് ആക്ട്സ് ആസ് ദ സെൻറ്റർ ഓഫ് റിഫ്ലക്സ് ആക്ഷൻ ആൻഡ് സച്ച് റിഫ്ലക്സസ് ആർ കാൾഡ് സ്പൈനൽ റിഫ്ലക്സസ്. പൊതുവെ സ്പൈനൽ കോഡിനെയാണ് നമ്മൾ റിഫ്ലക്സ് ആക്ഷൻ്റെ സെൻറ്റർ, കേന്ദ്രം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം റിഫ്ലക്സസിനെ നമ്മൾ സ്പൈനൽ റിഫ്ലക്സസ് എന്ന് വിളിക്കുന്നു. ബട്ട് ആൾ റിഫ്ലക്സസ് ആർ നോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് സ്പൈനൽ കോഡ്. പക്ഷേ എല്ലാ റിഫ്ലക്സസും സ്പൈനൽ കോഡിൻ്റെ കൺട്രോളിൽ വരുന്നതല്ല. ഡോണ്ട് വി ബ്ലിങ്ക് അവർ ഐസ് വെൻ ലൈറ്റ് സഡൻലി ഫാൾസ് ഓൺ അവർ ഐസ് ഓർ വെൻ ഒബ്ജക്ട്സ് മൂവ് ടുവാർഡ്സ് ദം. അതായത് പെട്ടെന്ന് നമ്മുടെ കണ്ണിൻ്റെ നേരെ എന്തെങ്കിലും വസ്തു വരുമ്പോഴോ അല്ലെങ്കിൽ വെളിച്ചം അടിക്കുമ്പോഴോ നമ്മൾ കണ്ണ് അടയ്ക്കാറുണ്ട്, കണ്ണ് ചിമ്മാറുണ്ട്. ദിസ് ഈസ് ആൾസോ എ റിഫ്ലക്സ് ആക്ഷൻ. ഇതും ഒരു റിഫ്ലക്സ് ആക്ഷൻ തന്നെയാണ്. സച്ച് റിഫ്ലക്സസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദി സെറിബ്രം ആർ കാൾഡ് സെറിബ്രൽ റിഫ്ലക്സസ്. പക്ഷേ ഇത്തരം റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെറിബ്രത്തിൻ്റെ കൺട്രോളിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ സെറിബ്രൽ റിഫ്ലക്സസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ റിഫ്ലക്സസ് തന്നെ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സിൽ വരുന്നുണ്ട്. ഓട്ടോണമസ് നെർവസ് സിസ്റ്റം. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് എന്താണ് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം. There may be instances in your life when you felt a sudden fear or sadness. Write down some of those experiences. Seeing a snake suddenly. അതായത് നമുക്ക് പെട്ടെന്ന് ഭയവും സങ്കടമൊക്കെ വരുന്ന സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ടല്ലേ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു പാമ്പിനെ കാണുമ്പോൾ, അതുപോലെ പെട്ടെന്ന് എന്തെങ്കിലും പേടിപ്പെടുത്തുന്നത് എന്തെങ്കിലും ഒന്ന് കാണുക, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്നൊന്ന് ഇരുട്ടിൽ അകപ്പെടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജീവി നമ്മളെ ആക്രമിക്കാൻ വരിക. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്നുള്ള ഫിയർ ആൻഡ് സാഡ്നെസ് ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ആണ്. What are the changes that take place in the body during such emergency situations? List them. അപ്പോൾ ഇങ്ങനത്തെ എമർജൻസി സിറ്റുവേഷൻസിൽ നമ്മുടെ ബോഡിക്ക് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവുക? ഹെർട്ട് ബീറ്റ് ഇൻക്രീസ്, ലൈക്ക് നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും, അതുപോലെ നമ്മുടെ ബ്രീത്തിങ് കൂടും, നമ്മുടെ വായിലെ വെള്ളം വറ്റും. ഇങ്ങനെയുള്ള ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും അല്ലേ. ഷുഡൻറ്റ് ദീസ് ചേഞ്ചസ് റിട്ടേൺ ടു നോർമൽ സ്റ്റേറ്റ്? അതിനുശേഷം പിന്നെ എന്താ ഉണ്ടാവുക? ഈ ചേഞ്ചസ് ഒക്കെ വീണ്ടും നോർമൽ സ്റ്റേറ്റിലേക്ക് തന്നെ മാറും. Activities that take place beyond the conscious level are controlled by the autonomous nervous system, a part of the peripheral nervous system. അതായത് ഇത്തരത്തിൽ നമ്മുടെ ബോധപൂർവമല്ലാതെ പെട്ടെന്നുണ്ടാകുന്ന ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത് ഓട്ടോണമസ് നെർവസ് സിസ്റ്റമാണ്. ഇത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാണ്, ഒരു ഭാഗമാണ് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം. ദ സിമ്പത്തറ്റിക് സിസ്റ്റം ആൻഡ് ദ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ടുഗദർ ഫോം ദ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം. അപ്പോൾ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം ഫോം ചെയ്തിട്ടുള്ളത് സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം രണ്ടും കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ രണ്ടിലേക്കും വരുമ്പോൾ വരുന്ന ചേഞ്ചസ് എന്ന് നോക്കാം. സിമ്പത്തറ്റിക്കിലും പാരാസിമ്പത്തറ്റിക്കിലും വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് പഠിക്കാൻ വളരെ സിമ്പിളാണ്, നിങ്ങളിങ്ങനെ ഓർത്താൽ മതി. പെട്ടെന്നുണ്ടാകുന്ന ഒരു ഫിയർ സിറ്റുവേഷനാണ് സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ വരുന്നത്. അതിനുശേഷം നമ്മൾ നോർമൽ സ്റ്റേറ്റിലേക്ക് ആവുമല്ലോ, അതാണ് പാരാസിമ്പത്തറ്റിക്. അപ്പോൾ സിമ്പത്തറ്റിക്കിൽ ദ പ്യൂപ്പിൾ ഇൻ ദ ഐ ഡയലൈറ്റ്സ്, പാരാസിമ്പത്തറ്റിക് ദ പ്യൂപ്പിൾ ഇൻ ദ ഐ കോൺട്രാക്ട്സ്. അതായത് സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ നമ്മുടെ കണ്ണിലെ പ്യൂപ്പിൾ വല്ലാതെ വികസിക്കും, ഡയലൈറ്റ് ആവും. എന്നാൽ പാരാസിമ്പത്തറ്റിക്കിൽ പ്യൂപ്പിൾ ചുരുങ്ങാണ് ചെയ്യുന്നത്. ദെൻ സിമ്പത്തറ്റിക്കിൽ പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഡിക്രീസസ്, പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഇൻക്രീസസ്. സിമ്പത്തറ്റിക് ആകുമ്പോൾ നമ്മുടെ വായിൽ ഉമിനീരിൻ്റെ ഉൽപ്പാദനം കുറയും, ഡിക്രീസ് ആവും. പാരാസിമ്പത്തറ്റിക് ആകുമ്പം സാധാ നിലയിൽ ഇൻക്രീസ് ആവും, പ്രൊഡക്ഷൻ ഇൻക്രീസ് ആവും. ദെൻ ട്രിക്കിയ എക്സ്പാൻസ്, ട്രിക്കിയ കോൺട്രാക്ട്സ്. അതായത് നമ്മുടെ ശ്വാസനാളം സിമ്പത്തറ്റിക്കിൽ ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടാകും, ഭയങ്കരമായിട്ട് വലുതായിട്ടുണ്ടാകും. അതാണ് നമ്മൾ വല്ലാതെ ശ്വാസം എടുക്കില്ല എന്തെങ്കിലും ഒരു ഫിയർ സിറ്റുവേഷൻ ഉണ്ടാകും. എന്നാൽ പാരാസിമ്പത്തറ്റിക്കിൽ ട്രിക്കിയ അഥവാ ശ്വാസനാളം ചെറുതാകും, സാധാ രീതിയിലേക്കാകും. ദെൻ ഹേർട്ട് ബീറ്റ് ഇൻക്രീസസ്, ഹേർട്ട് ബീറ്റ് ബിക്കംസ് നോർമൽ. നമ്മുടെ സിമ്പത്തറ്റിക് ആക്ഷനിൽ വരുമ്പം നമ്മുടെ ഹേർട്ട് ബീറ്റ് വല്ലാതെ കൂടും, പാരാസിമ്പത്തറ്റിക് ആകുമ്പം ഹേർട്ട് ബീറ്റ് നോർമൽ ആവും. ദെൻ ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ് സ്ലോ ഡൗൺ, ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ് ബിക്കം നോർമൽ. ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ് ഒക്കെ സ്ലോ ആകും സിമ്പത്തറ്റിക്കിൽ, നോർമൽ ആകുന്നത് പാരാസിമ്പത്തറ്റിക്കിൽ. അപ്പം പാരാസിമ്പത്തറ്റിക് എപ്പോഴും നോർമൽ സ്റ്റേറ്റ് ആണെന്ന് ആലോചിച്ചാൽ മതി. ദെൻ ഗ്ലൈക്കോജൻ ഈസ് കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ് ഇൻ സിമ്പത്തറ്റിക്, ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ടു ഗ്ലൈക്കോജൻ ഇൻ പാരാസിമ്പത്തറ്റിക്. സിമ്പത്തറ്റിക്കിൽ ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസായി മാറും, എന്നാൽ പാരാസിമ്പത്തറ്റിക്കിൽ ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനായി മാറുകയാണ് ചെയ്യുക. ദെൻ പെരിസ്റ്റാൾസിസ് ഇൻ ദ ഇൻസ്റ്റൈൻ സ്ലോസ് ഡൗൺ, പെരിസ്റ്റാൾസിസ് ഇൻ ദ ഇൻസ്റ്റൈൻ ബിക്കംസ് നോർമൽ. അതായത് കുടലിലെ പെരിസ്റ്റാൾസിസ് എന്ന ചലനം പതുക്കെയാകും, സ്ലോ ആകും സിമ്പത്തറ്റിക്കിൽ. പാരാസിമ്പത്തറ്റിക് ആകുമ്പോൾ പെരിസ്റ്റാൾസിസിൻ്റെ മൂവ്മെൻറ്റ്സ് നോർമൽ ആവും. ദെൻ പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺ ഇൻക്രീസസ്, പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺ ഡിക്രീസസ്. ഹോർമോൺ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആവും സിമ്പത്തറ്റിക്കിൽ, ഹോർമോൺ പ്രൊഡക്ഷൻ നോർമൽ ആവും അല്ലെങ്കിൽ കുറവാകും പാരാസിമ്പത്തറ്റിക്കിൽ.
Then last one, urinary bladder regains normal state, urinary bladder contracts. സിമ്പത്തറ്റിക്കിൽ നമ്മുടെ മൂത്രാശയം യൂറിനറി ബ്ലേഡർ പൂർവ്വസ്ഥിതി പ്രാപിക്കും, എന്നാൽ പാരാസിമ്പത്തറ്റിക്കിൽ യൂറിനറി ബ്ലേഡർ ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും തമ്മിലുള്ള ഡിഫറൻസ്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് നെർവസ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഡിസോർഡേഴ്സ്. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ആൻഡ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നെർവസ് സിസ്റ്റത്തിന് ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ് ഏതൊക്കെയാണെന്ന്. അപ്പോൾ ഇവിടെ 3 ഡിസോർഡേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ കോസസും സിംറ്റംസും പഠിക്കണം. അൽഷിമേഴ്സ്, പാർക്കിൻസൺസ് ആൻഡ് എപ്പിലെപ്സി. ഫസ്റ്റ് വൺ ആണ് അൽഷിമേഴ്സ്. അപ്പോൾ അതിൻ്റെ കോസ് എന്താണെന്ന് നോക്കാം. അക്യുമുലേഷൻ ഓഫ് എൻ ഇൻസുലബിൾ പ്രോട്ടീൻ ഇൻ ദ ന്യൂറൽ ടിഷ്യൂസ് ഓഫ് ദി ബ്രെയിൻ, ന്യൂറോൺസ് ഗെറ്റ് ഡിസ്ട്രോയ്ഡ്. അതായത് നമ്മുടെ ബ്രെയിനിലെ ന്യൂറൽ ടിഷ്യൂസിൽ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു, അത് മുഖേന ന്യൂറോൺസിന് നാശം സംഭവിക്കുന്നു. ഇതാണ് അൽഷിമേഴ്സ് ഉണ്ടാകുന്നതിനുള്ള കാരണം. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? ലോസ് ഓഫ് മെമ്മറി, ഇന്നബിലിറ്റി ടു റെക്കഗ്നൈസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, ഇന്നബിലിറ്റി ടു ഡു റൊട്ടീൻ വർക്ക്സ്. അതായത് നമ്മുടെ ഓർമ്മശക്തി നശിക്കുന്നു, നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ കൂടി തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ വരുന്നു. അതുപോലെ നമ്മുടെ റൊട്ടീൻ വർക്ക്സ്, ഡെയിലി നമ്മൾ ചെയ്യുന്ന വർക്ക് പോലും ചെയ്യാൻ കഴിയാതെ വരിക. ഇതൊക്കെയാണ് അൽഷിമേഴ്സിൻ്റെ സിംറ്റംസ്. അടുത്താണ് പാർക്കിൻസൺസ്. ഡിസ്ട്രക്ഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് ഗാംഗ്ലിയോൺസ് ഇൻ ദ ബ്രെയിൻ, പ്രൊഡക്ഷൻ ഓഫ് ഡോപ്പാമിൻ, എ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ ദ ബ്രെയിൻ ഗെറ്റ്സ് റെഡ്യൂസ്ഡ്. അപ്പോൾ ഇതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ബ്രെയിനിലെ സ്പെഷ്യലൈസ്ഡ് ഗാംഗ്ലിയോൺസ് നശിക്കുന്നത്, പിന്നെ പ്രൊഡക്ഷൻ ഓഫ് ഡോപ്പാമിൻ, എ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ ദ ബ്രെയിൻ ഗെറ്റ് റെഡ്യൂസ്ഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡോപ്പാമിൻ എന്നൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ റെഡ്യൂസ് ആവുന്നത്. ഇതൊക്കെയാണ് പാർക്കിൻസൺസിനുള്ള കോസ്. അതിൻ്റെ സിംറ്റംസ് വന്നിട്ട് ലോസ് ഓഫ് ബോഡി ബാലൻസ്, ഇറഗുലർ മൂവ്മെൻറ്റ് ഓഫ് മസിൽസ്, ഷിവറിങ് ഓഫ് ദി ബോഡി, പ്രൊഫ്യൂസ് സലൈവേഷൻ. അതായത് നമ്മുടെ ബോഡിയുടെ ബാലൻസ് നഷ്ടപ്പെടുന്നു, മസിൽ മൂവ്മെൻറ്റ്സ് ഒക്കെ ഇറഗുലർ ആവുന്നു, നമ്മുടെ ബോഡിയിൽ ഷിവറിങ് അഥവാ വിറയൽ ഉണ്ടാവുന്നു, അതുപോലെ വായിൽ നിന്ന് ഉമിനീര് വരുന്നു. ഇതൊക്കെയാണ് പാർക്കിൻസൺസിൻ്റെ സിംറ്റംസ്. ഇനി ലാസ്റ്റ് വണ്ണാണ് എപ്പിലെപ്സി അഥവാ അപസ്മാരം. കണ്ടിന്യൂസ് ആൻഡ് ഇറഗുലർ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് ഇൻ ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിലേക്ക് തുടർച്ചയായിട്ട് ഇറഗുലറായിട്ടും ഇലക്ട്രിക് ചാർജസ് ഫ്ലോ ആവുന്നതാണ് എപ്പിലെപ്സി അഥവാ അപസ്മാരത്തിനുള്ള റീസൺ. ഇതിൻ്റെ സിംറ്റംസ്: എപ്പിലെപ്സി ഡ്യൂ ടു കണ്ടിന്യൂസ് മസ്കുലർ കൺട്രാക്ഷൻ, ഫ്രോത്തി ഡിസ്ചാർജ് ഫ്രം ദി മൗത്ത്, ക്ലഞ്ചിങ് ഓഫ് ദി ടീത്ത് ഫോളോയിങ് വിച്ച് ദ പേഷ്യൻറ്റ് ഫാൾസ് അൺകോൺഷ്യസ്. അതായത് നമ്മുടെ വായിൽ നിന്ന് നുരയും പതയും വരിക, പല്ല് കടിച്ചു പിടിക്കുക, തുടർന്ന് രോഗി അബോധാവസ്ഥയിലേക്ക് പോവുക. ഇതൊക്കെയാണ് അപസ്മാരത്തിൻ്റെ അഥവാ എപ്പിലെപ്സിയുടെ സിംറ്റംസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചാപ്റ്റർ 1 സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്